ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ആദ്യമേ കോമൺ ആയിട്ട് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് കാര്യവും ബാഡായിട്ട് തോന്നുകയാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യണം, അതിന് പ്രതികരിക്കുക തന്നെ വേണം. പക്ഷേ അത് മറ്റുള്ളവരെ പെടുത്തിക്കൊണ്ടാവരുത്. ഞാൻ ഈ കിളക്കളവിൻ്റെ കാര്യമല്ല പറയുന്നത്, ഓവറോൾ കാര്യമാണ് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ ഞാൻ കണ്ടത് ഉപദേശവും ഊമ്പിക്കലും കൂടി ഒരുമിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡ്രസ്സ് കൊടുക്കാം, മാന്യമായിട്ട് കൊടുക്കാം, മാന്യമല്ലാതെ കൊടുക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാർ സാരി ഉടുക്കുന്ന പോലെ ട്രഡീഷണൽ ആയിട്ട് സാരി കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ മേലെ പോലെ ഗ്രാഫ് പോലെ നിങ്ങൾക്ക് സാരി കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, അതിലൊന്നും നമ്മൾ കൈ കടത്താൻ വരുന്നില്ല. പക്ഷേ എക്സ്പോസ് ചെയ്ത് നടക്കുന്ന സമയത്ത് ചില ആൾക്കാർ നോക്കിപ്പോകും. ഈ പെൺകുട്ടി ഡ്രസ്സ് ഇട്ടതിനെ കുറിച്ചോ ഇടാത്തതിനെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയാൻ വന്നത്. ഈ ഒളിഞ്ഞു നോക്കിയില്ലേ ഈ ഡാഷ് മോനെക്കാട്ട് ഏറ്റവും കൂടുതൽ വിഷജന്തുക്കളാണ് ഈ കമൻറ്റ് ബോക്സിലുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ്. ഇങ്ങനെയുള്ള മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ പേരാണ് പകൽമാന്യന്മാർ, നന്മമരങ്ങൾ എന്നൊക്കെ പറയാൻ വന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വന്നത് ആണുങ്ങളെ കുറിച്ചാണ്. ഒരു പുരുഷനെന്ന് പറയുന്നത് അവർക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരല്ലാത്ത ആരായാലും അവർക്കൊരു ചാൻസ് കിട്ടിയാൽ നോക്കും. അതാണ് ആണെന്ന് പറയുന്നത്. ഒരു കാണാൻ ഭംഗിയുള്ള പെൺകുട്ടി പോയി കഴിഞ്ഞാൽ, നല്ല വടിവത്ത് ഭംഗിയുള്ള പെൺകുട്ടി പോയി കഴിഞ്ഞാൽ, അത് 10 മുതൽ 65-70 വയസ്സുള്ള ആൾക്കാരായാലും, ഞാൻ ഒരുപാട് ആൾക്കാർ കൂട്ടുകൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ അവരെ വർണ്ണിക്കും, വിവരിക്കും ഒക്കെ ചെയ്യും. അത് നിങ്ങളുടെ തന്തയായാലും ശരി, മോനായാലും ശരി, കെട്ടിയനായാലും ഇതാണ് സ്ഥിതി. പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് അവർ മെസ്സിനെ പോലെയാണ്. അവർ ഗ്രൗണ്ട് മൊത്തം വീക്ഷിക്കും, ചാൻസ് കിട്ടുന്നവരെ കാത്തുക്കും. ചില ആൾക്കാർക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറെയും കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഇതിലെ നായിക ഒരാൾ തന്നെയാണ്. നിങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ കോർത്തിടും, പക്ഷേ മീൻ വന്ന് കൊത്താൻ പാടില്ല. കൊത്തി കഴിഞ്ഞാൽ മീനിന് കുറ്റം. ഇത് അടിപൊളിയാണല്ലോ. രാവിലെ ആവുന്ന സമയത്ത് തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുക, രാത്രി ആവുന്ന സമയത്ത് ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് അവരെ കുറിച്ച് വർണ്ണിക്കുക, അവരെ മുല സൂപ്പറാണല്ലോ, അവരെ ഓർത്ത് സ്വയംഭോഗം ചെയ്യുക, അവരെ ഓർത്ത് ആഹ്ലാദിക്കുക, ആനന്ദിക്കുക. ചിലപ്പം സ്വന്തം ഭാര്യേൻ്റെ അടുത്ത് പോലും ഇവരെ മനസ്സ് കണ്ടിട്ടായിരിക്കും കൂടെ കിടക്കുന്നത്. നേരത്തെ അവളെ സപ്പോർട്ട് ചെയ്ത ഇതേ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഈ തന്തല്ലാത്തരം എഴുതി പിടിപ്പിച്ചത്. പിന്നെ ഒരു ഡാഷ് മോൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്റെ തന്ത ഇത്ര കഴപ്പ് കാണിച്ചാൽ നീ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ തന്ത ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, കഴപ്പ് കാണിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടാൽ എനിക്ക് നല്ല കഴപ്പ് തോന്നും. പിന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, നിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെയാണോ എന്ന് ചോദിക്കണമെന്നുണ്ട്. ഇങ്ങനെയാണോ ഡ്രസ്സ് ഇടുക, ഇങ്ങനെയാണോ വീഡിയോ ചെയ്യാമെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ നിന്നെപ്പോലത്തെ കഴിവേറി അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നില്ല. ഞാൻ സ്ത്രീകളോടൊരു സത്യം പറയാം, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആണുങ്ങളും ആട്ടുംതോലിട്ട ചെന്നായ്ക്കളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം.